ഫിനാലെ ടാസ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ കുറച്ച് ബാക്കിലായിരുന്ന ആര്യനുണ്ടല്ലോ, ഇതേന്ന് പറഞ്ഞ് നൂറയുടെ തൊട്ട് പുറകിലെത്തിയിട്ടുണ്ട്. നൂറയ്ക്ക് ആകെ ടെൻഷൻ ആയിട്ടുണ്ട്. നൂറെ കാട്ടി ടെൻഷനായ വേറൊരാളുണ്ട് അവിടെ. അതെ, സ്വന്തം പോയിന്റിനെ കാട്ടി ബാക്കിയുള്ളവരുടെ പോയിന്റ് വർദ്ധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആരായിരിക്കും നിങ്ങൾ പറയൂ, ഗസ് ചെയ്യൂ. നമ്മുടെ അനു ന്റെ പോയിന്റ് ഒക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പതുക്കെ പതുക്കെ. അതായത് ഈ ടാസ്കിൽ പുള്ളിക്കാരി ഒന്ന് താഴോട്ട് പോയി, അതിൻ്റെ വിഷമമാണ് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? മറ്റേ ലോട്ട് എടുത്തതിൽ പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് വിഷമമുണ്ട് പുള്ളിക്കാരിക്ക്. പുള്ളിക്കാരി ജയിക്കുന്നേ കാട്ടിയും മറ്റവർ ജയിച്ചല്ലോ എന്നുള്ളൊരു വിഷമമാണ്. അപ്പം ഇതിനകത്ത് ആര്യൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഇത് ആര്യനുള്ള ടാസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് വരും കുറേ പേര്. ആര്യൻ ജയിച്ച ടാസ്കുകളൊക്കെ ആര്യന് വേണ്ടി ബിഗ് ബോസ് ഉണ്ടാക്കിയ ടാസ്ക്കാണ്. ബാക്കിയുള്ള ടാസ്കുകളൊന്നും ആര്യന് വേണ്ടി ഉണ്ടാക്കിയതല്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇപ്പോൾ പ്രത്യേകം. ഇപ്പം അടുത്ത ടാസ്കും ആര്യൻ ജയിക്കുകയാണെങ്കിൽ ഇത് ആര്യന് വേണ്ടി ഉണ്ടാക്കിയത്, ഇത് ആര്യന് വേണ്ടി തന്നെ ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ടാസ്ക് മിക്കുമ്പോൾ അനു ജയിക്കുകയാണെങ്കിൽ മിണ്ടൂല, കുഴപ്പമൊന്നുമില്ല, ടാസ്ക് കുഴപ്പമില്ല, കണ്ട അയ്യേ തോറ്റ്. ഇങ്ങനെയാണ് ചില ആൾക്കാരല്ല കേട്ടോ, സത്യം പറഞ്ഞ ആൾക്കാരല്ല, ചില PR പടച്ചു വിടുന്നത്. അത് ഓൾറെഡി ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഒന്നും പറയാനില്ല, നിങ്ങൾ പ്രേക്ഷകർ കാണുക, എൻജോയ് ചെയ്യുക, ഇതൊക്കെ വിടുക. അതിനകത്ത് അനാവശ്യ നെഗറ്റിവിറ്റിയും കയറ്റി എല്ലാത്തിലും ഇത് തന്നെ വെറുതെ കിടന്നല്ലേ. അപ്പോൾ ഇന്നത്തെ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ആര്യനാണ് ജയിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ആര്യൻ ഇവിടെ നൂറേനെ കടത്തി വെട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് അടുത്ത ടാസ്കിൽ കാണുന്നുണ്ട്. പക്ഷെ അടുത്ത ടാസ്ക് ഇന്നുണ്ടാവും, നോക്കാം. എന്തൊക്കെ നടന്നതെന്ന് പറയാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം തുലാഭാരം എന്ന് പറഞ്ഞ ടാസ്ക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾക്ക് കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും ഈ ടാസ്ക്. പക്ഷേ ഒരു സ്റ്റാൻഡിൽ ഈ ഒരു വലിയൊരു ഹാൻഡിൽ പാത്തുണ്ട്. ഒരു ഹാൻഡിൽ പാത്ത് വഴിയാണ് ഈ ഒരു വലിയൊരു ഇത് നിൽക്കുന്നത് കേട്ടോ. ആ ഹാൻഡിൽ പാത്തും ഈ സംഭവമൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തോന്നും വളരെ എളുപ്പം, പേപ്പർ പോലെ ഇരിക്കും, നല്ല വെയിറ്റ് ആണ് എടുത്തു വെക്കാൻ തന്നെ. ഈ ഹാൻഡിൽ പാത്തിൽ ഇങ്ങനൊരു വളവുണ്ട്. ആ വളവിൽ ഈ ബോൾ എത്തുമ്പോൾ തന്നെ ഈ ബോൾ സ്പീഡ് കൂടും നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ. അപ്പോൾ 3 ഹോളുണ്ട്. ആ 3 ഹോളിൽ കറക്റ്റ് കൊണ്ട് വീഴ്ത്തണം. നമ്മുടെ റിസ്റ്റിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ഓക്കെ, അപ്പോൾ ഈ ലോട്ട് കിട്ടുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കേട്ടോ. അതിൽ നമുക്ക് ആദ്യമൊക്കെ ലോട്ട് കിട്ടിയാൽ നമുക്കൊരു പിടിയും കിട്ടില്ല. പക്ഷെ എന്നാലും ആദ്യ ലോട്ട് കിട്ടിയ ഷാനവാസ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, പരമാവധി കളിക്കാൻ നോക്കിയിട്ടുണ്ട്. അതായത് ഷാനവാസ് എവിടെ എത്തിയെന്നറിയാമോ? ഷാനവാസ് 6ാം സ്ഥാനത്ത് നിന്നുണ്ട്. ഷാനവാസ് 4 പോയിന്റ് കിട്ടി. അപ്പം അങ്ങനെ പൂർണ്ണമായും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കുറച്ച് ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ളവരെ കളിക്കുന്നത് കണ്ടിട്ട് അവരുടെ പിഴവുകൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ലാസ്റ്റിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കൊരു 6ാമത് 7ാമതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർ കളിക്കുമ്പോൾ അതിനകത്തുള്ള ശരിയും തെറ്റുകൾ മനസ്സിലാക്കി നമുക്കത് തിരുത്തി കളിക്കാൻ നോക്കാം. എന്നാലും നമ്മുടെ കയ്യിലായിരിക്കുന്നത്, നമ്മുടെ കയ്യിലാണ് അതിൻ്റെ എല്ലാം ഇരിക്കുന്നത്. ആദ്യം പോയത് ഷാനവാസാണ്. കുറച്ച് സമയം എടുത്തു, എന്നാലും പുള്ളിക്കാരൻ അത് തീർത്തു. അത് കഴിഞ്ഞ് അനീഷ് പെട്ടെന്ന് തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അനുവിൻ്റെ ഫസ്റ്റ് ബോൾ പെട്ടെന്ന് വീണു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബോൾ പോയി. പിന്നെ കുറച്ച് അനു അവിടെ സമയം എടുത്തു. ആ സമയത്തിലാണ് അനു വളരെ ബാക്കിലോട്ട് പോയത്. അത് കഴിഞ്ഞ് വന്നത് സാബുവാണ്. സാബു നന്നായിട്ട് കളിച്ചു. അത് കഴിഞ്ഞ് വന്നത് നൂറയാണ്. നൂറയാണ് അത് കഴിഞ്ഞ് വന്ന് ഏറ്റവും നന്നായിട്ട് കളിച്ച ആൾ. സൂപ്പറായിട്ട് നൂറ കളിച്ചിട്ടുണ്ടായിരുന്നു. നൂറ സൂപ്പറായിട്ട് കളിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നതാണ് ആര്യൻ എവിടെ ഒരു ബോൾ പോലും താഴെ വീഴാം. നമുക്ക് വരെ ഒരാളെ ഹെൽപ്പിന് നിർത്താം. അതായത് ബോൾ താഴെ വീഴുമ്പോൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഹെൽപ്പിന് വേണ്ടി നമുക്ക് നിർത്താം. സോ ഒരു ബോൾ പോലും താഴെ വീഴാതെ ആര്യൻ അവിടെ കളിച്ചു. വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണണമെന്ന് പറഞ്ഞാൽ ആര്യൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാവരും പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ ആര്യൻ ഇവിടെ പ്രത്യേകമായിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് റിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് വളരെ പതുക്കെ വേണം, പതുക്കെ ശ്വസിക്ക്, അങ്ങനെയുള്ള കാര്യമൊക്കെ ആര്യൻ നല്ല. അപ്പം ഞാനാണെങ്കിൽ ഈശ്വര ഇത് പറഞ്ഞു കൊടുത്താൽ അക്ബർ മിക്കവാറും ആര്യനെ കടത്തി വിട്ടും. ഒറ്റ സെക്കൻഡിലാണ് അക്ബർ ബാക്കിലോട്ടായത്. ആര്യൻ്റെ ഒറ്റ സെക്കൻഡ് 2 സെക്കൻഡോ വ്യത്യാസത്തിലാണ്, 2 സെക്കൻഡ് വ്യത്യാസത്തിലാണ് അക്ബർ സെക്കൻഡ് ആയത്. അല്ലെങ്കിൽ 2 സെക്കൻഡ് മുന്നേ അക്ബർ ഫസ്റ്റ് അടിച്ചേനെ. പക്ഷേ ആര്യൻ മാക്സിമം അക്ബറിനെ ഹെൽപ്പ് ചെയ്തു. അത് മണ്ടത്തരമാണെങ്കിലും അത് നല്ല കാര്യം, അത്രയേ ഉള്ളൂ. ഒരു പോസിറ്റിവിറ്റി. മണ്ടത്തരമാണ്, നമ്മൾ ചെയ്യാൻ പാടില്ല, തെറ്റാണ്, പക്ഷെ എന്നാലും ഒരു പോസിറ്റിവിറ്റി, അത്ര എനിക്ക് പറയാനുള്ളൂ. അവിടെ ഒരു പോസിറ്റിവിറ്റി വന്നു. ഇതേ സംഭവം തന്നെ നിവിനും കറക്റ്റ് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു, നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തു. അതുപോലെ ആദിലയും കംപ്ലീറ്റ് ചെയ്തു. ആദിലേക്ക് കുറച്ച് ഒരു വെപ്രാളം ഉണ്ടായിപ്പോയി, ഒരു ടെൻഷൻ വന്നുപോയി, അത് കാരണമാണ്. അങ്ങനെ ഇവരുടെ ടൈമും ഇവരുടെ റിസൾട്ടും പറയാം. 6 മിനിറ്റും. അപ്പോൾ തന്നെ അങ്ങ് നമ്മുടെ ഒരു വിഷമമായി. അനുവിനൊക്കെ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ ഒരു വിഷമം വന്നു. കാര്യം വളരെ ബാക്കിലോട്ട് ആയിപ്പോയി. 6 മിനിറ്റും 30 സെക്കൻഡും എടുത്തത് അനുവാണ്. 9ാം സ്ഥാനത്ത് 1 പോയിന്റ്. സാരമില്ല, ഇനി ഒരുപാട് കളികൾ വരുന്നുണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് പിന്നിലുള്ള ആൾക്കാരെ മുന്നിലാക്കാൻ പറ്റുന്ന ടാസ്ക്കാണ് ഇതെന്നാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ വരുന്നതും ഇപ്പോൾ ബാക്കിലുള്ള ആൾക്കാർ നാളെ മുന്നിലാവും.
മനസ്സിലായില്ലേ? അല്ലാതെ ഇങ്ങനെ ചിലപ്പോൾ നാളെ ഉള്ളത് ചിലപ്പോൾ ആര്യനും നിവിനൊന്നും കളിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇപ്പം നാളെ ചിലപ്പോൾ അനുവിനായിരിക്കും കളിക്കാൻ പറ്റുന്നത്. ഇത് അങ്ങനെയാണ്. അല്ല ഓരോ ടാസ്കിലും അവർ ജയിക്കുമ്പോൾ ഇത് ആരിന് വേണ്ടിയിട്ട്, ഇത് ആരിന് വേണ്ടി, അങ്ങനെ ഒന്നും ഇതാക്കണ്ട. അത് ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. അതായത് അവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്കില്ലുണ്ട്. ആ സ്കില്ലനുസരിച്ചുള്ള ടാസ്കുകൾ അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ അവർ മുന്നോട്ട് പോകും. അത്രേ പറയാനുള്ളൂ. അതിൽ ഭാഗ്യമായിട്ടുള്ള ആളും കണ്ടിന്യൂസ് ആയിട്ട് നല്ല പോയിന്റ്സും, അതായത് ഒരു 5ൽ കൂടുതൽ പോയിന്റ് കിട്ടണം. അങ്ങനെയുള്ള ആൾക്കേ ടിക്കറ്റ് ഫിനാലെ കിട്ടത്തുള്ളൂ കേട്ടോ, ടിക്കറ്റ് കിട്ടുള്ളൂ. ഒരു 6ൽ കൂടുതൽ പോയിന്റ് എല്ലാ ടാസ്കിലും കിട്ടണം. അല്ലെങ്കിൽ തീരെ ബാക്കിലോട്ടായി പോയാൽ കിട്ടൂല, ലാസ്റ്റായി പോയാൽ കിട്ടൂല. എല്ലാത്തിനും ഒരു അതിനകത്ത് ഒരു 5ാമത്തെ പൊസിഷൻ അകത്ത് വരണം. എന്നാലേ നമുക്ക് ഉറപ്പം. നൂറയൊക്കെ ആ രീതിയിൽ തന്നെ പിടിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ അക്ബർ മുന്നിൽ കയറി, അതാണ് ഇവിടെ കുറച്ച് സങ്കടകരമായ കാര്യം ആർക്ക്, ബാക്കിയുള്ളവർക്ക്. അപ്പോൾ 6 മിനിറ്റ് 30 സെക്കൻഡ് അനു 9ാം സ്ഥാനത്ത്, 3 മിനിറ്റ്. അപ്പം അനുവാണ് ഏറ്റവും ബാക്കിൽ. ഇപ്പം 3 മിനിറ്റാണ് സാബുമാന്. 3 മിനിറ്റ് 25 സെക്കൻഡ് 8ാം സ്ഥാനത്ത് 2 പോയിന്റ്. 3 മിനിറ്റ് 12 സെക്കൻഡ് 7ാമത്തെ സ്ഥാനം ആദിലേക്ക് 3 പോയിന്റ്. 2 മിനിറ്റ് 47 സെക്കൻഡ് 6ാം സ്ഥാനം ഷാനവാസിന് 4 പോയിന്റ്. ആദ്യം പോയിട്ട് അത്രയും കളിച്ചില്ലേ, അത് കഴിഞ്ഞ ശേഷം ഈ അക്ബർ ബോൾ ഇട്ട ശേഷം ഷാനവാസിൻ്റെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിക്കുന്നത് കണ്ടായിരുന്നു. സോ അവർക്കൊരു ബോണ്ടിങ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ അറിയാത്തൊരു ബോണ്ടിങ് ആണ്. അവർ ഓപ്പോസിറ്റ് നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ഞാനത് നോക്കി. 1 മിനിറ്റ് 50 സെക്കൻഡ്സ് 5th പൊസിഷനിൽ അനീഷാണ്, 5 പോയിന്റാണ്. അനീഷ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്, പക്ഷെ ബുദ്ധിമുട്ടാണ്. എന്നാലും നോക്കാം. അടുത്ത എല്ലാ ടാസ്കിലും അനീഷ് ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഫസ്റ്റ് പൊസിഷനിൽ വന്നാൽ എല്ലാം കളി മാറിയില്ലേ? അതാണ്. 1 മിനിറ്റ് 40, ഇനി എല്ലാം 1 മിനിറ്റിൻ്റെ കളിയാണ്. 1 മിനിറ്റ് 41 സെക്കൻഡ് 4th പൊസിഷനിൽ നൂറ, 6 പോയിന്റ്. 1 മിനിറ്റ് 1 സെക്കൻഡ് 3rd പൊസിഷനിൽ നിവിൻ വന്നേക്കാണ്, 7 പോയിന്റ്. 48 സെക്കൻഡിൽ പൂർത്തിയാക്കിയിരിക്കുന്നു അക്ബർ, അത് 8 പോയിന്റാണ് 2nd പൊസിഷൻ. 40 സെക്കൻഡോട് കൂടി ഫസ്റ്റ് പൊസിഷനിൽ ആര്യൻ 9 പോയിന്റ്. സോ നല്ല രസമായിട്ട് ഫണ്ണായിരുന്നു ഇത്. ഇതിനിടെ മൊത്തം നമുക്ക് പോയിന്റ് നമുക്ക് നോക്കാം. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഇപ്പോഴും നൂറയാണ്. 22 പോയിന്റാണ് നൂറയ്ക്കുള്ളത്. ഞാൻ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ ക്ലിയർ ചെയ്യാം കേട്ടോ. 22 പോയിന്റ് ഞാൻ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നേ. നൂറയ്ക്ക് 22 പോയിന്റാണ്. അതിൻ്റെ തൊട്ട് താഴെ ഇപ്പോൾ ആര്യനായി. ആര്യൻ 20 പോയിന്റാണ്, 2 പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് നിവിൻ അതിൻ്റെ തൊട്ട് താഴെ തന്നെയുണ്ട്, 18 പോയിന്റ്. അതിൻ്റെ തൊട്ട് താഴെയുള്ളത് അക്ബറാണ്, 16 പോയിന്റ്. അതിൻ്റെ തൊട്ട് താഴെ സാബുമാൻ 15 പോയിന്റ്. അതിൻ്റെ താഴെ അനു 13 പോയിന്റ്. ഷാനവാസ് 12 പോയിന്റ്. ആദില 11 പോയിന്റ്. അനീഷാണ് 9 പോയിന്റ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണേ. അയ്യോ എൻ്റെ മുടി കഴിഞ്ഞു, സാരമില്ല. എന്തായിരുന്നാലും ഇത്രയും പോയിന്റ്സ്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് അനുവിന് ഒരു വിഷമം ഇത് കണ്ടിട്ട്, ആകെ കൂടെ ബോഡി ലാംഗ്വേജിൽ ഒരു വിഷമം. അവിടെ പോയിട്ട് ഇതൊക്കെ എണ്ണി നോക്കുക, അങ്ങനെ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് വരുമ്പോൾ നമുക്ക് നല്ല ടാസ്കുകളൊന്നും നമ്മൾ കയറുക, അത്രയും. ബാക്കിയുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. ബാക്കിയുള്ളവരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ടെൻഷനാവും. നമ്മൾ അവരെക്കുറിച്ചേ ചിന്തിക്കണം. നമ്മളായിട്ടിരുന്ന് ഫ്രീ ആയിട്ട് കളിക്കാൻ നോക്കുക. നൂറയ്ക്കും ആദ്യമായിരിക്കും ടെൻഷൻ ഉണ്ട്. അപ്പോൾ നൂറ പറയുന്നത് അടുത്ത ഇത് വായിക്കാൻ എന്നെ വിളിക്കണേ, ടാസ്ക് ലെറ്റർ വായിക്കാൻ എന്നെ വിളിക്കണേ, ബിഗ് ബോസ് ടാസ്ക് ലെറ്റർ വായിക്കാൻ എന്നെ വിളിക്കണേ. അപ്പോഴത്തേക്കും പുള്ളിക്കാരി ഡൗൺ ആയി. നൂറ ആദിലയും കൂടി ഇരുന്നിട്ട് നൂറ പറയാണ് അടുത്ത ടാസ്ക് ലെറ്റർ എന്നെ വായിക്കാൻ വിളിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സോ അതൊരു പേടിയുടെ ഭാഗമാണ്. പുള്ളിക്കാരി പേടിച്ചു പോയി. അനുവിനാണെങ്കിൽ ഷാനവാസിനോട് ചോദിക്കുകയാണ് അവർക്ക് എത്ര പോയിന്റ്. അക്ബറിന് 16 പോയിന്റ്. എപ്പോഴും കയറിയ പുള്ളിക്കാരിക്ക് സ്വന്തം പോയിന്റിനെ കാട്ടി ബാക്കി അക്ബറിൻ്റെ പോയിന്റിലാണ് ടെൻഷൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. നമുക്ക് കാത്തിരിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.